പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രഭാതവന്ദനം. ഈ പ്രഭാതത്തില് പ്രാർത്ഥിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, പ്രാർത്ഥിച്ചിട്ട് മറുപടി ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നീ മടുത്ത് ഈ പ്രഭാതത്തിൽ ഇരിക്കുകയാണോ? പ്രതീക്ഷ തീരുമ്പോൾ പ്രതീക്ഷയുമായി വരുന്ന ഒരു നല്ല യജമാനനാ നമ്മുടെ കർത്താവ്. ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരട്ടെ. അമ്മ മാർത്തയും മറിയയും തന്റെ സഹോദരനായിരിക്കുന്ന ലാസർ മരിച്ചുപോയി. അമ്മൻ അവൻ മരിച്ചു എന്ന് മരിച്ചപ്പോ തന്നെ എന്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവരുടെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു. ഇനി എന്റെ സഹോദരൻ ജീവിക്കുകയില്ല, അവൻ നാറ്റം ഭവിച്ചു, ഇനി വിചാരപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ എന്ന ആശയെല്ലാം മാറ്റി തീർന്ന് അവസാനിച്ച് അവന്റെ പ്രതീക്ഷകളെല്ലാം മാറ്റി വെച്ചിട്ടിരിക്കുമ്പോൾ എന്റെ യേശു ആ ദുഃഖഭവനത്തിലെ വിലാപത്തെ മാറ്റി. ഹല്ലേലൂയ. നിന്റെ പ്രതീക്ഷ അറ്റുപോകുമ്പോൾ ചില പ്രതീക്ഷകളുമായി എന്റെ കർത്താവിന്റെ അടുത്ത് വരും. അങ്ങനെ എന്റെ നല്ല യജമാനൻ അങ്ങനെയാ ചെയ്യുന്നത്. നീ ചോദിക്കുന്ന സമയത്ത് പലതും നിനക്ക് ലഭിച്ചില്ല എന്ന് കണ്ട് നീ നിരാശപ്പെട്ടു പോകരുത്. പ്രതീക്ഷ കൈവിടാതെ ആ നല്ല ദൈവത്തെ സേവിക്കണം. കാരണം എന്റെ ദൈവം ഒരു നാളും നിന്റെ പ്രതീക്ഷയ്ക്ക് അപ്രകാരമായി നിനക്ക് മറുപടി തരുന്ന ഒരു ദൈവമാണ്. അതാണ് ഈ വചനത്തിൽ പറഞ്ഞേ, ലാസർ നാറ്റം വെച്ച് കാണുമെന്ന്. ആമേൻ. അവരുടെ പ്രതീക്ഷ അറ്റു. ലാസർ നാറ്റം വെച്ചു. പക്ഷേ നാറ്റം വെച്ച ലാസറിനെ ജീവനോടെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ളവര് ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ നാറ്റം വെച്ച അനുഭവങ്ങൾക്ക് ദൈവം ഒരു പരിഹാരം തരുവാൻ മധ്യായവനാണ്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. പരിശുദ്ധ ദൈവമേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രതീക്ഷ അറ്റുപോയ വിഷയങ്ങൾക്ക് ഇന്ന് പകൽ പ്രതീക്ഷകൾ വെളിപ്പെടുന്നതിനായിരിക്കട്ടെ. പ്രതീക്ഷ ഇല്ലാതെ ഇനി ഒരിക്കലും എനിക്ക് ജീവൻ ഉണ്ടാകുകയില്ല, എന്റെ ഭവനത്തിൽ ഒരു ജീവൻ വ്യാപരിക്കുകയില്ല എന്നുള്ളതായ ചിന്തയിൽ ഭാരപ്പെടുന്നവരുടെ വിഷയത്തിൽ മറുപടി നടക്കട്ടെ. സ്വർഗത്തിലെ ദൈവമേ, അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.